മുസ്ലിം ലീഗ് അനുഭാവികൾ, മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവർ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയോട് ഒരനുഭാവമെങ്കിലുമുള്ള, ഒരു പ്രാവശ്യമെങ്കിലും ആ പാർട്ടിയുമായി ചേർന്ന് നിങ്ങളുടെ സമ്മതിദാനം നിർവഹിച്ചിട്ടുള്ള ഈ ന്യൂസ് കേൾക്കുന്ന മുഴുവൻ ആളുകളും ഒന്നിവിടെ ശ്രദ്ധിക്കണം. ഒരു 5 മിനിറ്റ് വളരെ പെട്ടെന്ന് കുറച്ച് രാഷ്ട്രീയം നിങ്ങളോടായി പറയാനുണ്ട്. മുസ്ലിം എന്ന് പറയുന്ന പേര് ചേർത്ത് മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ മുസ്ലിംസിനോട് വളരെയധികം ബാധ്യതയുണ്ട് മുസ്ലിം ലീഗ് എന്ന ദേശീയ പാർട്ടിക്ക്. ആ ഉത്തരവാദിത്തം വളരെ നല്ല രീതിയിൽ നിർവഹിക്കുന്നുമുണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയാതെ വയ്യ. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി മുസ്ലിംസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടി മുഴുവനും ഒരു ശബ്ദമായി അവർ ഇന്ത്യയിൽ നിലകൊള്ളുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ വലിയൊരു ശബ്ദമായി അവർ നിൽക്കുന്നു എന്ന് വേണം പറയാൻ. മുസ്ലിം ലീഗ് കാലാകാലങ്ങളായി ചേർന്ന് നിൽക്കുന്ന കോൺഗ്രസ് അടങ്ങുന്ന UDF എന്ന് പറയുന്ന വലിയ ഐക്യമുന്നണി, ഈ UDF-ൽ മുഖ്യകക്ഷിയായ കോൺഗ്രസ് എന്താണ് മുസ്ലിം സമുദായത്തോട് വെച്ചു പുലർത്തുന്ന ഒരു സമീപനം? 2 കാര്യങ്ങളാണ് മുസ്ലിം ലീഗുകാരെ ചർച്ച ചെയ്യാനുള്ളത്. ഒന്ന്, കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പാർട്ടി മുസ്ലിം എന്ന് പറയുന്ന പേരിനോട് ചേർത്ത് വെച്ച് പെരുമാറുന്ന സമീപകാലത്തെ ചില കാര്യങ്ങൾ. 2, മുസ്ലിം ലീഗ് ചേർന്ന് നിൽക്കുന്ന കോൺഗ്രസ് മുഖ്യകക്ഷിയാകുന്ന UDF വളരെയധികം പ്രതിപക്ഷത്ത് നിൽക്കുന്ന, 10 വർഷമായി പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഈ കേരളത്തിലെ ചില കാര്യങ്ങളും. ദേശീയ രാഷ്ട്രീയത്തിൽ നോക്കൂ, കഴിഞ്ഞ വഖഫ് ബില്ലിന്റെ ഒരു അവതരണം, ഒരു ചർച്ച, ഒരു ഡിബേറ്റ് ലോകസഭയിൽ നടക്കുമ്പോൾ 40% മുസ്ലിം വോട്ടുള്ള വയനാട് നിന്ന് മത്സരിച്ച് ജയിച്ച പ്രിയതമ, പ്രിയങ്കരം, പ്രിയങ്കരി എന്നൊക്കെ പറഞ്ഞ് വലിയ ക്യാപ്ഷൻ ഇട്ട് കേരളം കൊട്ടിഘോഷിച്ച, കേരളം കണ്ട ലോകസഭയിലേക്കുള്ള ഏറ്റവും വലിയ വിജയക്കൊടി പാറിച്ചു പോയ പ്രിയങ്ക ഗാന്ധി ലോകസഭയിൽ ഉണ്ടായിരുന്നില്ല. രാഹുൽ ഗാന്ധി വളരെയധികം നിശബ്ദമായി തുടർന്നു. രാഹുലിന്റെ ഈ നിശബ്ദത വഖഫ് ബില്ലിന്റെ ചൂടേറിയ ചർച്ച ലോകസഭയിൽ നടക്കുമ്പോൾ മാത്രമല്ല, അവരുടെ തന്നെ സഹപ്രവർത്തകനായിരുന്ന, അവരുടെ തന്നെ MP ആയിരുന്ന, ഗുജറാത്ത് കലാപത്തിൽ കൂട്ടക്കൊല നടത്തിയ കുടുംബത്തോടൊപ്പം അയൽവക്കക്കാരോടൊപ്പം പിടിച്ചു നിർത്തി മണിക്കൂറുകളോളം ഹൈജാക്ക് ചെയ്ത് ചുട്ടുകൊന്ന എഹ്സാൻ ജഫ്രി എന്ന കോൺഗ്രസ് MP-യുടെ ഓർമ്മ ദിവസം വന്നപ്പോ രാഹുൽ ഗാന്ധി ചെയ്തത് എന്തെന്നറിയോ? രാജേന്ദ്ര പ്രസാദിന്റെ ഓർമ്മ ദിവസമാണ് എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ, X-ൽ, ട്വിറ്ററിൽ അദ്ദേഹം ഓർമ്മ കുറിപ്പുകൾ പങ്കുവച്ചു. അതിനുശേഷം രാജസ്ഥാനിൽ നവജാത ശിശുവിനെ ബൂട്ടിട്ട് പോലീസ് നരാധമന്മാർ ചവിട്ടിക്കൊന്നപ്പോ അവിടെയും ബൃന്ദ കാരാട്ട് മാത്രമാണ് അവിടേക്ക് ആ കുടുംബത്തിനെ അപലപിച്ച് കടന്നു ചെന്നത്. ഗുജറാത്ത്, രാജസ്ഥാൻ PCC-കൾ ഈ വിഷയത്തിൽ ഒന്നും തന്നെ കംപ്ലീറ്റ് മൗനമായിരുന്നു എന്നുള്ളതാണ്. ഗുജറാത്തിൽ, ദേശീയ രാഷ്ട്രീയത്തിൽ, രാജസ്ഥാനിലൊക്കെ ഉണ്ടാവുന്ന ഇത്തരം പ്രശ്നങ്ങളിൽ കോൺഗ്രസ് നിശബ്ദത പാലിക്കുമ്പോൾ ഈ കോൺഗ്രസ് മുസ്ലിം വൽക്കരിക്കപ്പെടുമോ എന്നൊരു പേടി കോൺഗ്രസിനുള്ളതുപോലെ തോന്നുന്നു. രാഷ്ട്രീയപരമായി മുസ്ലിം ലീഗ് കാലാകാലങ്ങളായി ചേർന്ന് നിൽക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ സംസാരിക്കാൻ ഹിന്ദി ഹൃദയഭൂമിയിലെ അവരുടെ വോട്ടിംഗ് പാറ്റേണിൽ വലിയ കുറവുണ്ടാകുമെന്നുള്ള ഭീഷണിയാണോ ഒരുപക്ഷെ അവരെ തകർക്കുന്നത്, പിന്തിരിപ്പിക്കുന്നത് എന്ന് നമുക്കറിയില്ല. നോക്കൂ, കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 1962 മുതൽ ലോകസഭയിലേക്ക് 2 സീറ്റാണ് ലീഗിനുള്ളത്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ യുവാക്കൾ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ രീതിയിലുള്ള ചിന്തകൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടു. എന്താണെന്നറിയോ? മുസ്ലിം ലീഗിന് ഇത്രയും വലിയ ഒരു എതിർപ്പ്, ഇത്രയും രീതിയിലൊരു അവഗണന അർഹിക്കുന്ന പാർട്ടിയാണോ മുസ്ലിം ലീഗ് എന്നാണ് യുവാക്കളുടെ ചോദ്യം സോഷ്യൽ മീഡിയയിൽ അന്ന് ആഞ്ഞടിച്ചത്. 1962 മുതൽ 2 സീറ്റ് കൊടുത്ത് ഇപ്പോഴും ലീഗിനെ ഒതുക്കുന്നു. മഞ്ചേരിയിലും പൊന്നാനിയിലും ജയിക്കാൻ കോൺഗ്രസിന്റെ വലിയ രീതിയിലുള്ള സപ്പോർട്ട് വേണ്ട ലീഗിന് എന്നുള്ളതാണ്. ലീഗിന്റെ കോട്ടകുത്തകങ്ങളാണ് മലബാർ മുഴുവൻ. നോക്കൂ, ലീഗ് മലബാറിൽ എത്രമാത്രം ശക്തമാണ്. ഒരു പരിധിവരെ കോൺഗ്രസിനേക്കാൾ വലിയ ശക്തമാണ് ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. എന്താണ് ഒരു നിയമസഭാ മണ്ഡലത്തിലെ, ഒരു ലോകസഭാ മണ്ഡലത്തിലെ അവരുടെ ഏറ്റവും വലിയ ശക്തി കണക്കാക്കുന്നത്? ലോക്കൽ ബോഡിയിലെ പ്രാതിനിധ്യം അല്ലെ? 1891 പ്രാതിനിധ്യമാണ് ലീഗിന് ഈ കേരളത്തിൽ ലോക്കൽ ബോഡിയിലുള്ളത്. നേരെ മറിച്ച്
LDFിന്റെ CPMന്റെ വലിയ രീതിയിലുള്ള ഒരു ഘടകകക്ഷിയായ LDFിൽ ലീഗിന് UDFിൽ ഉള്ളതുപോലെ വലിയ സാന്നിധ്യമോ വലിയ പ്രസക്തിയോ ഇല്ലാത്ത CPI എന്ന് പറയുന്ന പാർട്ടിക്ക് ലോക്സഭയിൽ 4 സീറ്റ് കൊടുത്തു എന്നുള്ളതാണ്. 1100 മാത്രമാണ് CPIയുടെ ലോക്കൽ ബോഡി പ്രസൻസ് കേരളം ഒന്നാകെ നോക്കുമ്പോൾ. ഇങ്ങനെ നാദാപുരത്ത് കോൺഗ്രസിന്റെ 30-ലധികം സീറ്റാണ് ലോക്കൽ ബോഡിയിൽ ലീഗിനുള്ളത്. നാദാപുരം എന്ന് പറയുന്ന മണ്ഡലത്തിൽ കോൺഗ്രസിനുള്ളത് 21 22 ആണ് ലോക്കൽ ബോഡി പ്രസൻസ്. അതുപോലെ തന്നെ കെ സുധാകരൻ മത്സരിച്ച് ജയിച്ച ഉദുമ മണ്ഡലത്തിൽ നിങ്ങൾ നോക്കൂ, അവിടെയും 30-33 സീറ്റുകളുണ്ട് ലീഗിന് ലോക്കൽ ബോഡിയിൽ. 21 സീറ്റ് മാത്രമാണ് കോൺഗ്രസിനുള്ളത്. ഈ 2 മണ്ഡലങ്ങൾ ഒരു ഉദാഹരണമായി പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ബേസ് ഉള്ള നിരവധി മണ്ഡലങ്ങൾ മലബാറിൽ ലീഗിനുണ്ട് എന്നിരിക്കെയാണ് ലീഗിനോടുള്ള ഈ അവഗണന ഇപ്പോഴും കോൺഗ്രസ് തുടരുന്നു എന്നുള്ളതാണ്. മലബാറിൽ ഒരു പൊതുപ്രയോഗമുണ്ട്, മൂച്ചിമ്മയെ കയറ്റുക എന്ന് പറയുന്ന പോലെ. അതായത് ഇങ്ങനെ വലിയ രീതിയിൽ ലീഗിനെ കുറിച്ച് പറഞ്ഞ് ലീഗിനെ ഇങ്ങനെ സുഖിപ്പിച്ച് ലീഗിനെ ഇങ്ങനെ വലിയ രീതിയിൽ ഒരു പുകമറ സൃഷ്ടിച്ച് ഇങ്ങനെ നിർത്തുന്ന ഒരവസ്ഥ. കുഞ്ഞാപ്പ എപ്പോഴും പറയുന്ന പോലെ അതൊന്നും വലിയ ഇഷ്യൂ ആക്കാനില്ല എന്ന് പറയും. ലീഗിന് ഒരു നട്ടെല്ല് വേണ്ടേ ഇനിയെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ എന്നുള്ളതാണ്. രണ്ടാമത് ലീഗ് ഉണർന്ന് പ്രവർത്തിക്കേണ്ട മറ്റൊരു സംഭവം എന്താണ്? കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പാർട്ടി മുസ്ലിംസ് ഇരയാകുന്ന മുസ്ലിംസിന്റെ പ്രശ്നങ്ങളിലേക്ക് ഹിന്ദി ഹൃദയഭൂമിയിലെ വോട്ട് ബാങ്കിൽ നഷ്ടം വരും, ഇനിയും അത് താഴേക്ക് പോകും എന്നുള്ള ഒരു അങ്കലാപ്പിലാണ് അവർ പ്രതികരിക്കാതിരിക്കുന്നതെങ്കിൽ കോൺഗ്രസിന്റെ ഒരു സഖ്യകക്ഷി എന്നുള്ള നിലയിൽ കേരളത്തിലും അതേപോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിലും ലീഗിന്റെ പ്രസക്തി കൂടുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, വരുന്ന ലോക്കൽ ബോഡി ത്രിതല പഞ്ചായത്തുകളിലെല്ലാം ലീഗ് ശക്തമായി ചോദിച്ചു വാങ്ങേണ്ട കാര്യങ്ങളുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ലീഗിന് വർഗീയ പാർട്ടി എന്ന് പറഞ്ഞ് ധ്രുവീകരിച്ച ഒരു സമയമുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ലീഗ് എന്തുകൊണ്ടും അർഹതയുള്ള 5ാം മന്ത്രിസ്ഥാനം ചോദിച്ചപ്പോ 5ാം മന്ത്രിസ്ഥാനം ചോദിച്ച് ഔദാര്യം പോലെ ഓശാരം പോലെ കൊടുത്തു. പക്ഷെ വകുപ്പ് കൊടുത്തില്ല. വകുപ്പോ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ 2ആയി കീറിമുറിച്ച് ലീഗിനോട് രുചിച്ച് നുണഞ്ഞു നിന്നോളാൻ പറയുന്ന രീതിയിലായിരുന്നു കോൺഗ്രസിന്റെ അന്നത്തെ ഭാഷ. ഇനിയെങ്കിലും ലീഗുകാരെ ഉണർന്നു പ്രവർത്തിക്കണം. യുവാക്കൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ യുവരക്തം സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ട പോലെ നമുക്ക് വേണം, ലീഗിന് വേണം ഇനി ഒരു വലിയ ഭാവിയും വലിയ പ്രസക്തിയും.